ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു ട്രിമ്മറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റിലായിരിക്കും നമ്മുടെ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഇൻവോയ്സും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് 899 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്കിനെ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ആക്സസറീസ് ആയിട്ട് കിട്ടുന്നതെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒരു പാക്കറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. beardtrimmer 1C എന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പറൊക്കെ വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ പ്രോഡക്റ്റ് ഓവർവ്യൂ, ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു യൂസർ മാനുവൽ സഹായകരമാകും. അപ്പോൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു പൗച്ച് ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ എമ്മയുടെ ബ്രാൻഡിങ്ങും കാണാൻ സാധിക്കും. നല്ലൊരു ക്വാളിറ്റി ഒരു മെറ്റീരിയലാണ് ഈ ഒരു പൗച്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. നമുക്കിത് ഏതൊരു ഫോണിൻ്റെ അഡാപ്റ്ററിലും ചാർജറിൻ്റെ അഡാപ്റ്ററിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ട്രിമ്മർ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രഷും ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നല്ലൊരു ഒരു പ്രീമിയം ഒരു ലുക്ക് ആൻഡ് ഫിനിഷാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കോംബോ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺട്രോളിലൂടെ നിങ്ങൾക്ക് എത്ര ലെങ്തിലാണ് ഹെയർ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇതിൽ 1 മുതൽ 10 വരെയുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു കൺട്രോൾ സ്വിച്ച് തന്നെയാണ്. നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കോമ്പ് ഇളക്കി മാറ്റാം. സോ കോമ്പ് ഇളക്കി മാറ്റാനായിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് അതൊന്ന് മുകളിലേക്ക് പ്രസ് ചെയ്താൽ മതി. സ്മൂത്തായിട്ട് ഇളകി വരും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കോമ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. അപ്പോൾ അത് കവർ ചെയ്ത് വെക്കാനായിട്ട് അതിലൊരു റബ്ബർ ബുഷും വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒരു ബ്ലേഡ് ഇളക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് അത് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അത് ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇളക്കി വേണം ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ബ്ലേഡ് മാത്രമാണ് വെള്ളത്തിൽ കഴുകാനുള്ളത്. ഇതിൻ്റെ ബോഡി വാട്ടർ പ്രൂഫ് അല്ല. തിരിച്ച് വയ്ക്കുന്നതും ആദ്യം ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ആദ്യം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിരിക്കും അത്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് കഷ്ടപ്പെട്ടു ഇത് വയ്ക്കാനായിട്ട്. എന്തായാലും സിമ്പിളാണ്. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു പൊസിഷനിൽ വയ്ക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് വയ്ക്കാനും സാധിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാനായിട്ട് ആ പവർ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അത് ഓൺ ആയിരിക്കുന്നതാണ്. നമുക്കതിൽ ബാറ്ററി പെർസെൻറ്റേജ് അറിയാൻ വേണ്ടിയിട്ടൊരു 3 LED ഇൻഡിക്കേറ്റർ അവിടെ കാണാൻ സാധിക്കും. നല്ലൊരു ഹാൻഡിലിംഗ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കയ്യിൽ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഗ്രിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ കോമ്പൊന്ന് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിമ്മർ ഒന്ന് ചാർജിങ്ങിനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഉള്ളൊരു ചാർജിങ് കേബിളാണ് ഇതിനോടൊപ്പം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജിങ് പെർസെൻറ്റേജ് അറിയാനുള്ളൊരു 3 ഇൻഡിക്കേറ്റർ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഇത് കോർഡ്ലെസ് ടൈപ്പാണ് വരുന്നത്. അതായത് നമുക്ക് ചാർജിന് ഇട്ടുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല.
അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലേഡ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ബോഡി മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ട്രിമ്മിങ് റേഞ്ച് വരുന്നത് 0.5-10 mm ആണ് വരുന്നത്. വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, പക്ഷെ നമുക്കിതിൻ്റെ ബ്ലേഡ് നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇതിന് 2 മണിക്കൂർ ആവശ്യമാണ്. 2 മണിക്കൂർ ചാർജ് ചെയ്താൽ 60 മിനിറ്റ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ വിഡ്ത്ത് വന്നിട്ട് 3.8 സെൻറ്റിമീറ്ററും ഹൈറ്റ് വന്നിട്ട് 15.2 സെൻറ്റിമീറ്ററുമാണ്. വെയ്റ്റ് വന്നിട്ട് 161 ഗ്രാംസ് ആണ് വരുന്നത്. 1 വർഷത്തെ വാറണ്ടിയും ഇതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ ട്രാവൽ ലോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കമ്പനി. അതായത് ഈ ഒരു പവർ ഓൺ ചെയ്യുന്ന ബട്ടണിലൊരു 3-4 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതിലൊരു 3 LED ഇൻഡിക്കേറ്റർ ഒന്ന് ബ്ലിങ്ക് ആവും. അതിനുശേഷം നിങ്ങൾ പവർ ബട്ടണിൽ ഓൺ ചെയ്യാനായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രിമ്മർ ഓൺ ആവില്ല. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളൊരു 3-4 സെക്കൻഡ് ഈ പവർ ഓൺ ചെയ്യുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ ട്രിമ്മർ ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാഗിലാണ് ഈ ഒരു ട്രിമ്മർ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ തട്ടിയിട്ട് ഓൺ ആവുന്ന ഒരു സാഹചര്യം ഇല്ലാതാവും. അപ്പോൾ എന്തുകൊണ്ട് അതൊരു നല്ലൊരു ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്ലേഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് തന്നെയാണ്. അതുപോലെ തന്നെ സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടിക്കൂടി വരും. അതുകൊണ്ട് തന്നെ ഇത് എത്ര പഴക്കം ചെന്നാലും നമുക്ക് കട്ടിങ് എന്തായാലും മോശമാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. ബൈ.